ഇദ്ദേഹം അടക്കം ആരൊക്കെ ചാനലിൽ വന്ന് എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടുകളെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്യാങ് കോൺഗ്രസിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഗ്യാങ്ങിന്റെ കീഴിലാണ് കേരളത്തിലെ AICCയുടെ ജനറൽ സെക്രട്ടറി മുതലുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി, അങ്ങനെയല്ല ഡോക്ടർ ആശയെ പറയേണ്ടത്. അവർക്ക് സ്വതന്ത്രമായ അസ്തിത്വവും അഭിപ്രായമുള്ളയാളാണ്. ഡോക്ടർ ആശ മുതൽ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ മുതൽ ബിന്ദു കൃഷ്ണ മുതൽ നമ്മുടെ നാട്ടിൽ എത്ര വനിതാ കോൺഗ്രസ് നേതാക്കന്മാർ, ആദരണീയനായ കേരളത്തിന്റെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, CWC മെമ്പറായിട്ടുള്ള കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അമ്പു കൊള്ളാത്തവരായി ആരുണ്ട് എന്ന് ചോദിച്ചതുപോലെ കോൺഗ്രസിൽ ഈ ലൈംഗിക അതിക്രമ വൈകൃതത്തെ വാക്കുകൊണ്ടെങ്കിലും തള്ളിപ്പറയാൻ ഒരു തവണ മുമ്പോട്ട് വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ് കൊടുത്തിട്ടുള്ള സ്വീകരണം എന്തായിരുന്നു? കേക്കച്ചൻ എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് ആരാണ് ശ്രീകുമാർ സാറേ? പ്രതിപക്ഷമാണോ? DYFI ആണോ? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അങ്ങ് സൂചിപ്പിച്ച സൈബർ ഹാൻഡിലുകളാണോ? ഈ കോൺഗ്രസിന്റെ അഭിമാനകരമായ പുകൾപ്പറ്റ പാരമ്പര്യമുള്ള വനിതാ നേതാക്കന്മാർ, ഷാനിമോൾ ഉസ്മാൻ മുതൽ ബിന്ദു കൃഷ്ണ മുതൽ വലിയ നിരയുണ്ടല്ലോ കോൺഗ്രസിന്. ഡോക്ടർ ആശ വരെ നീണ്ടു നിൽക്കുന്ന ആ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള അന്തസ്സുള്ള മഹാഭൂരിപക്ഷം വരുന്ന വനിതാ നേതാക്കന്മാർക്കെതിരെ ഈ മാതിരി വർത്തമാനം കേട്ടാൽ അറപ്പുളവാക്കുന്ന പച്ചത്തെറി കോൺഗ്രസ് നേതാക്കന്മാരുടെ ആഭിമുഖ്യത്തോടെ ആശീർവാദത്തോടെ വിളിച്ച് ഓടിച്ചത് ആരാണ്? ഇടതുപക്ഷമാണോ? അതോ ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിന്റെ കീഴിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ള വളർന്ന് പുളയ്ക്കുന്ന ഈ സംഘമല്ലേ